ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് 2 വ്ളോഗ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ 27 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. സോ എല്ലാവരും മസ്റ്റ് ആയിട്ടും വ്ളോഗ് കാണുന്നതിന് മുമ്പ് തന്നെ സബ്സ്ക്രൈബ്. അപ്പം നമ്മുടെ കൂടെ ഇന്നുള്ളത് ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ കൂടെ ഒരു ദിവസം നമ്മുടെ കൂടെ ചിലവഴിക്കാൻ ബാംഗ്ലൂരിൽ ദീപാവലി ആഘോഷങ്ങൾ ബാംഗ്ലൂരിൽ തനക്ക് ഏത് രീതിയിലും ആഘോഷിക്കാൻ പറ്റുമായിരുന്നിട്ടും പൈസ പൊട്ടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ എന്ത് രീതിയിലും ആഘോഷിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഈ ഒരു ദീപാവലി നമ്മുടെ കൂടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഗ്യാപ്പിൽ ഇന്നലെ വന്നു, ഇന്ന് രാത്രി പോകും. അതിനുവേണ്ടി നമ്മളെ കൂടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ AJV നമ്മുടെ വ്ളോഗിൻ്റെ ഐശ്വര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ ബാംഗ്ലൂരുണ്ടായി എവിടുന്ന് AJVനെ കണ്ടാലും എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ടാറ്റ കൊടുക്കണം. ആരും ടാറ്റ കൊടുക്കാതിരിക്കരുത്. നമ്മുടെ കൺമണിയാണ് AJV. ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ജോലി, അഡ്മിഷൻ, ഇനി ജോലി കളയൽ, അഡ്മിഷൻ കളയൽ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, നല്ലത് പറയുള്ളൂ. കട തുറക്കും, കട പൂട്ടിക്കും, അങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് AJVനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പെറ്റ്സ് പാർക്കിലേക്ക് പോകാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അജിവദ്, നമുക്ക് എപ്പോഴും ബിസിനസ് മേഖലയിൽ അജിവദ് ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എപ്പോഴും കാരണം കുറച്ച് നീങ്ങുന്ന ഓൺട്രപ്രണർഷിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ് അജിവദ്. അപ്പം അജിവദ് പുതുതായി തുടങ്ങുന്ന ബിസിനസ് പ്ലാൻ ഒന്ന് നമ്മളെ, അതായത് ഓഡിയൻസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ പ്ലാൻ നമ്മൾ പറഞ്ഞു തരും. നിങ്ങളാണ് നോക്കിയിട്ട് എന്ത് പറയേണ്ടത്, ഈ പ്ലാൻ വർക്കൗട്ട് ആവുമോ, ഇത് വർക്കായാലും ആർക്കാണ് ഗുണം, അജിവദിന് തന്നെയാണ് ഗുണം. ഓം തുടങ്ങുന്ന പ്ലാൻ വർക്കൗട്ട് ആയാലും നമുക്ക് ഗുണമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു പ്ലാൻ എത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഇതിൽ സാധ്യതകളുണ്ടോ, അതോ ഇതിൻ്റെ സാധ്യതകൾ കെട്ടടഞ്ഞ സാധ്യതകളാണോ എന്നുള്ളതൊന്ന് പറയാം. പ്ലാൻ ഒന്ന് പറയുമോ? ഒന്നുമില്ല, ഒരു കഫേ തുടങ്ങണം എന്നാണ്. അത് നമ്മളെ മെയിൻ ഐറ്റംസ് ആയ ക്രിസ്പി റോള്, ഡെസേർട്സ്, ബർഗർ. നിങ്ങളെ മെയിൻ സ്പെഷ്യാലിറ്റി പറയും. മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി വരുന്നുള്ളൂ. റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അറിയിക്കണതാണ്, എല്ലാവരും വന്ന് കഴിക്കണം. അതല്ല, ഇതൊന്നല്ല, ഞാൻ അവിടെ എത്തിയിട്ടില്ലല്ലോ. എൻ്റെ ഇതിന്റെ പാർട്ട്ണറെ കുറിച്ച് പറയും. പാർട്ട്ണറെ കുറിച്ച് ഞാനില്ല അല്ല, ഇവൻ പറഞ്ഞ റിവീൽ ചെയ്യാൻ പാടില്ല, ആളെ സമ്മതമാണ്. പിന്നെ ആളെ പേര് അടിച്ചിട്ട് നല്ല റിവീലാണ്. വേണ്ട. അപ്പം അജിവദിന് കിട്ടിയോ? ആരാണ് ആള്? അപ്പം ഈ സാറിന്റെ ഹിമാലയയിൽ ഒരു ഫൈൻ വന്നിട്ട് അത് ആരാണെന്നുള്ളത് ഇപ്പൊ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ബാക്ക് എൻഡ് എന്നുള്ള ഷോർട്ട് ആയതുകൊണ്ട് ആരാന്ന് മനസ്സിലാവണില്ല. കാരണം മനസ്സിലായ ഫൈൻ അടക്കുമാണ്. അപ്പൊ തീരെ ഐഡിയ കിട്ടണില്ല ആരാണെന്നുള്ള. അപ്പൊ അജിവദിന്റെ ബിസിനസ് പാർട്ണർ പറഞ്ഞാൽ സ്പെയിനിൽ ഓൾറെഡി സ്പാനിഷ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത് ഓൾറെഡി ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അജിവദിനായിട്ട് ഇങ്ങോട്ട് അജിവദിന്റെ അടുത്ത് ഒരു സ്പാനിഷ് സ്പെഷ്യൽ ഷെഫാണ് അജിവദിനോട് ഇങ്ങോട്ട്. എനിക്ക് അവിടെ അയാളെ മണത്തിയാം, എവിടെയോ കണ്ട് മറന്നു. അപ്പൊ അജിവദ് എന്താ വെച്ചാല് മുമ്പ് ബിസിനസ് ചെയ്തതിന് UK ആൾക്കാർ. അജിവദ് കാലിഫോർണിയ, US ആണോ UK ആണോ? US. അപ്പം അജിവദ് ആദ്യം ബിസിനസ് ചെയ്തിരുന്നത് US കാലിഫോർണിയയിലുള്ള ഒരാൾ. ഇപ്പൊ എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ അജിവദിന്റെ ഒരു പ്രൊപ്പഗണ്ട എന്താ വെച്ചാല് അതായത് മിനിമം ഇന്ത്യ വിട്ട ബിസിനസ്സാണ് അജിവദ് പ്ലാൻ ചെയ്യുക. എന്താണ് എന്തേ പ്രശ്നമാണ്? അത് ഹൈ റേഞ്ചിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പൊ ലാസ്റ്റ് ടൈം അജിവദിനെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് ആപ്പിൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ടിം കുക്കിന്റെ പേരല്ലടാ, ടിമ്മണ്ണന്റെ പൈസ ഇട്ടിട്ടുണ്ട്, പൈസ പോയിട്ടുണ്ട്. അപ്പൊ ടിമ്മണ്ണന്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അജിവദിനെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. 16 Pro Max ഒക്കെ 1 TB 40,000 50,000 റുപ്യ റേഞ്ചിൽ. അപ്പൊ ആദ്യത്തെ ഫോൺ എന്ത് ചെയ്തു, കിട്ടി. കുടുംബക്കാർക്കും കൂടി കിട്ടാത്ത റേറ്റിലാണ്. ടിമ്മണ്ണന്റെ കസിൻസിന് പോലും കൊടുക്കാത്ത റേറ്റിന് അജിവദിന് എന്ത് ചെയ്തു, ഫോൺ സെല് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഈ US കാലിഫോർണിയയിലുള്ള ആൾ പിന്നെ ഒരു അജിവദിനോട് എന്താവശ്യപ്പെടുകയാണ്, ഒരു 3-4 ഫോൺ ഒറ്റയടിക്ക് ഇറക്കുക, വൻ ലാഭമായിരിക്കും. 6 ലക്ഷത്തിന്റെ ഫോണ് ഒറ്റടിക്ക് ബൾക്കായിട്ട് ഇറക്കി സാധനം. അപ്പൊ ബൾക്കായിട്ട് 5-6 ഫോണിന്റെ പൈസ അജിവദ് കൊടുക്കലും. അത് മാത്രല്ല,
ഒരു 10 രൂപയ്ക്ക് ഒരു ഹോണ്ട സിവിക്കിന് അഡ്വാൻസ് കൊടുത്തിട്ടു, ഒരു ടോക്കൺ കൊടുത്തിട്ടു. ബാംഗ്ലൂര് മറ്റേ ചർച്ച് റോഡിൽ പൊട്ടിക്കാന്. അപ്പം അങ്ങനെ എല്ലാം സെറ്റായി നിൽക്കുന്ന ടൈമിൽ 6 ഐഫോണിന്റെ പൈസ ആയിട്ട് ടിമ്മണ്ണം പോയി. എന്നിട്ട് ഇപ്പൊ അയാളെ തപ്പി നടക്കാണ് നമ്മൾ നടക്കണം. അപ്പൊ തപ്പിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, പൈസയും കിട്ടിയിട്ടുണ്ട്. മാസായി ഇത് ബ്ലോഗ് ഓണാക്കണതിന് മുമ്പ് വരെ കരണ്ടുള്ളൂ. എന്താ ചെയ്യാ ഇതിന്റെ പൈസ എന്തൊക്കെയോ പറയാ. സാറില്ല. അപ്പൊ ഇനിയിപ്പോ അജോദിന്റെ ബിസിനസ്സിൽ എന്താ വെച്ചാല് ഇപ്പൊ US ഒരാള് അജോദിന് അങ്ങനെ പ്ലാങ്കി വിട്ടു. ഇനി അജോദിന്റെ ബിസിനസ്സിൽ ആ വാദകൾക്ക് ബിസിനസ്സിലുള്ള പൈസയും പോയി. ആ 10,000 ടോക്കൺ കൊടുത്തിട്ട് പറഞ്ഞു റീഫണ്ട് തരില്ല എന്നും പറഞ്ഞു. സിവിക്കിന്റെ പൈസ അടക്കം പോയി. അതായത് ഒരു കാറിന് അതിന് വേറെ കച്ചവടക്കാർ വന്നിനി ഒരു കാറിന് അഡ്വാൻസ് കൊടുത്ത്. അപ്പൊ ആ 10,000 കിട്ടു വെച്ച് ലാസ്റ്റ് അതിന്റെ അടുത്തേക്ക് വന്നപ്പോ അത് പറഞ്ഞു കിട്ടൂല പറഞ്ഞു. അതുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ പൈസ പോയി. ഓവർ കോൺഫിഡന്റ് ആയതാണ്. 10,000 അത് കൊടുത്തിട്ട് പിന്നെ ഈ ഫോൺ വിറ്റിട്ട് ബാക്കി ഫുൾ അടക്കാതെ 6 ലക്ഷം വരാണ്ടല്ലോ. അപ്പം വണ്ടിക്ക് 4 ലക്ഷം അല്ലേ ആവുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്തത് ഇനി എന്നാലും 2 ലക്ഷം ആയി. എല്ലാരും പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നില്ല. അപ്പം ഓൾറെഡി അജുദിന്റെ ഓണ്ടർപ്രണർഷിപ്പ് പാരമ്പര്യം എങ്ങനെയാണ് കിടക്കുന്നത്? ഈ ഒരു അവസ്ഥയിലാണ് അജുദിന് എന്ത് ചെയ്യുന്നത്? സ്പെയിനിൽ നിന്ന് ഒരാൾ രക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഇതിന്റെ സംശയം എന്താ വെച്ചാൽ ഓൾറെഡി ഷെഫ് പിള്ളേരെ പോലുള്ള ഒരാള് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ അജുദിനോട് ഇയാൾ പറയണത് എന്താ വെച്ചാല് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഷോപ്പ് അജുദ് ഉണ്ടാക്കുക, ഷോപ്പിന്റെ അതേപോലെ അഡ്വാൻസ് കാര്യങ്ങൾ അജുദ് കൊടുക്കുക, ഇന്റീരിയർ പരിപാടികൾ അജുദ് ഉണ്ടാക്കുക, ഫുള്ള് സ്റ്റോക്ക് അജുദ് ഇറക്കുക, ക്യാഷ്യറിൽ സ്റ്റാഫിലൊക്കെ അജുദ് സാധനം വാങ്ങിക്കൊണ്ടിരാ, വേസ്റ്റ് ഇട്ട് ലാസ്റ്റ് കട കൂട്ടി ചാവി എടുത്തേക്കുക. സ്പെഷ്യൽ റെസിപ്പി മാത്രം ആരാണ്? മൂപ്പര് തരും. അതായത് സ്പെഷ്യൽ റെസിപ്പി എവിടെയും കൊടുക്കാത്ത റെസിപ്പി അജുദിന് മൂപ്പര് കൊടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ മൂപ്പര് ഇപ്പൊ എന്താ പറഞ്ഞ വെച്ചാല് B11 എന്താ പറഞ്ഞോ ഇത് സൈൻ ലബാന്റെ ഫ്രാഞ്ചൈസി കിട്ടുമോ നോക്ക്. ഇല്ലേ അതേപോലെ ഞാൻ ഉണ്ടാക്കി തരാം, എനിക്കറിയാം. ഫ്രാഞ്ചൈസി കൊടുക്കണ പൈസ സാധനം ഇറക്കിയാൽ പോരെ. അപ്പൊ ഇയാളെ വൻ ഈഗോ ഉള്ള ഷെഫാട്ടോ. അതായത് ഈഗോയിസ്റ്റിക് ഷെഫ്. അതായത് ഷെഫ് പിള്ളന്റെ ഫ്രാഞ്ചൈസി കിട്ടുമോ നോക്കുക, കിട്ടിയില്ലേ അതേ സാധനം ബല ഇറക്കും. ഒരു ഉദാഹരണം. അപ്പം ഇനി B11 ഫ്രാഞ്ചൈസി കിട്ടുമോ നോക്കുക, ഇല്ലെങ്കിൽ ഓല ഇറക്കും. ഇനിയിപ്പോ KFCന്റെ ഫ്രാഞ്ചൈസി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? AFC അജുദ് ഫ്രൈഡ് ചിക്കൻ എന്ത് ചെയ്തു? ഓരോ സൈഡിൽ നടക്കും. ഇതിൽ എനിക്കിപ്പോ എന്താ അതന്നെ എനിക്ക് എന്നോടും ചോദിക്കാല്ലേ. ഇത്രയും ചെയ്ത് കൊടുത്തിട്ട് അനക്കെന്താ റോള്? അയാളെ രുചിക്കൂട്ടും കൊണ്ട് പോയാ പിന്നെ എനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടതില്? അതായത് കസ്റ്റമറിനാണല്ലോ, കസ്റ്റമർ വെറുതെ. അപ്പൊ ഓൾറെഡി ബിസിനസ്സിന് അജുദ് പ്ലാൻ ഡെസേർട്ടുകൾ മാത്രമുള്ള ഡെസേർട്ട് റോള്, അതായത് ഡെസേർട്ട് ക്രിസ്പി റോൾ എന്നുള്ളൊരു ഇതാണ് പുതിയ ആരും ചെയ്യാത്ത. ബ്രോസ്റ്റിന്റെ ഒപ്പം ഡെസേർട്ടും മിക്സ് ചെയ്തിട്ട് വിത്ത് സാമ്പാർ മിക്സ് അങ്ങനെ. അതായത് അജുദ് പ്ലാൻ എങ്ങനെ വെച്ചാൽ ഡെസേർട്ട് റോളാണ്. ഡെസേർട്ട് റോള് പറഞ്ഞാൽ ഇപ്പൊ പൊറാട്ടന്റെ ഉള്ളിലൊക്കെ നല്ല ബ്രോസ്റ്റ് കൊത്തിയരിഞ്ഞിട്ട് അതിൽ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ളൊരു സാധനമാണ് അല്ലേ. ഡിഫറെന്റ് ടേസ്റ്റ് ബഡ്സിനെ എനർജൈസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനൊരു പേരിട്ട്. പുതിയ ടേസ്റ്റുകൾ കൊണ്ടുവരാം. അതാണ് ഒറ്റ പേര് BCA ലബാൻ. ഇത് പഠിക്കുന്ന കോഴ്സല്ലേ ചെറുതായിട്ട്. അപ്പൊ അജുദിനോട് ഈച്ചു പറഞ്ഞ എന്താ വെച്ചാല് ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിന്റെ മുന്നിൽ തന്നെ ഔട്ട്ലെറ്റ് ഇടാനാണ് പറഞ്ഞത്. അപ്പൊ എന്താ വെച്ചാൽ കോളേജിൽ കുട്ടികൾക്കും എന്താ ഒരു ഇൻസ്പിറേഷനും ആവും, കച്ചവടം കിട്ടും ചെയ്യും. കാരണം കോളേജിലുള്ള സീനിയർ ആണല്ലോ. നല്ല ഐഡിയ ആണ്. ഞാൻ ട്രേഡ് മാർക്ക് എടുത്തോ? അപ്പൊ എല്ലാവരും നമ്മളെ കമന്റിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഈ ബിസിനസ് പ്രാവർത്തികമാവുമോ? എന്തിനാവും ഇത്രയും ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യണവര് ബിസിനസ്സിൽ കാലെടുത്ത് വെക്കുന്ന കുട്ടികളെ അപ്രോച്ച് ചെയ്യണത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് താത്വികമായി ഇതിന് കറക്റ്റ് ഉത്തരം പറയാനറിയാം. ഗൾഫിലുള്ള കറക്റ്റ് ആൾക്കാരുണ്ടാവും. ഗൾഫിൽ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്യണവരുണ്ടാവും, ബിസിനസ് ചെയ്ത് വിജയിച്ചവരും ഉണ്ടാവും, വിജയിക്കാതെ മിസ്സായി പോയവരുണ്ടാവും. അപ്പൊ അജുദിന് 22 എത്ര വയസ്സായി? 22 24 വയസ്സ്. അപ്പൊ 22-23 വയസ്സുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു യുവാവിന് നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അറിയണോല് മാത്രം കമന്റ് ചെയ്യുക. ബിസിനസ്സും പരിപാടിയൊന്നും അറിയാതെ വെറുതെ വന്നുകൊണ്ട് കുറേ അവിടെ പ്രബന്ധം അടിച്ചിറക്കരുത്. അപ്പൊ എന്തായാലും 10 മണിയായോ?
അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് വന്നിട്ടുള്ളത് എറ നേച്ചർ പാർക്കിലാണ് പെരിന്തൽമണ്ണ ഉള്ള. സോ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അടിപൊളിയാണ് മൊത്തത്തിൽ. ലൈക്ക് ഇവിടുത്തെ സ്റ്റേ ആണെങ്കിലും പരിപാടികളാണെങ്കിലും അതുപോലെ തന്നെ ഫുൾ പാർക്കാണെങ്കിൽ എല്ലാം ഉണ്ട്. ടർഫുണ്ട്, മഡ് ടർഫുണ്ട്, എല്ലാ പരിപാടികളുണ്ട്. പെറ്റ്സ് ഉണ്ട്, പെറ്റ്സ് പാർക്കുണ്ട്, പിന്നെ കുതിരയുണ്ട്, പശുണ്ട്, പിന്നെ ഫുൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പെഡൽ ബോട്ടും പരിപാടി എല്ലാ പരിപാടിയും ഉണ്ട്. സോ അപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, പെറ്റ്സ് പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ മുമ്പും ഒരുപാട് പെറ്റ്സ് പാർക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആരൊക്കെ ഉണ്ടായിന് അന്ന് ഇല്ലല്ലോ. അപ്പോൾ ബല കൂടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ടീം പൂക്കി ബോയ്സിൻ്റെ കൂടെ ഫസ്റ്റ് ടൈം AK ബോയ്സ് എന്നാണ് ഇവർ സ്കൂളിൽ അറിയപ്പെടുന്നത് കേട്ടോ. ടീം അന്തംകമ്മി ബോയ്സ്. അപ്പം എന്തായാലും പാർക്കും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ പെറ്റ്സ് പാർക്കിൽ പോണതിന് മുമ്പായിട്ട് ഈച്ചു മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന പെറ്റ്സ് പോയട്രി. ഇതെപ്പോഴാക്കെ ചൂടാവുക? ഇത് ചൂടാക്കലില്ല, ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ ഇവിടെ. ചൂടാക്കാൻ വേറെ സ്ഥലത്ത് കൊണ്ടുപോകണോ? ചൂടാക്കലില്ല. അപ്പോൾ ഇത് മൊത്തമായിട്ട് കൊണ്ടുപോകണോ അതോ വേണ്ടല്ലേ? പാത്രമായില്ലേ? ഈസാന് അഥവാ പാട്ടും പരിപാടി സെറ്റായില്ലേ പണിക്കോട്ടോ. നമ്മളാട്ടെ തന്നെ. അത് നീളത്തിലുള്ള ആക്കിച്ചോ, ഇങ്ങനെ ആക്കേ നീളത്തിലുള്ള ഈ ഷേപ്പിലാണ് അടി. പിന്നെ വേറെ കൂട്ടലാണ്. എന്റെ സ്കൂളിലെ കുറെ കുട്ടികൾ വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. കാല് പഠിക്കട്ടെ. ഇനി പറഞ്ഞു ഇതെന്താ ചെയ്യണ്ടത്? ഇങ്ങനെ പിടിച്ചോട്ടെ. പിടിക്കണോ? മിതുവയാണ് ഇതിന്റെ മെയിൻ പ്രൊഫൈൽ. ഇങ്ങനെ വെള്ളം തിരിച്ചെടുക്കുന്നതോറും ഇതിന്റെ ഷൈനിങ് കൂടും. ഉള്ളിലും ഇങ്ങനെ ആക്കും. പോയി കഴിക്കപ്പോ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാം. രാവിലെ ഇരിക്കപ്പച്ചിക്ക് ഞാനൊരു മലയാളി, ഈ മണ്ണിൻ കൂട്ടാളി, മതിരുകളിലെ സ്നേഹത്തിനാളി. എന്റെ പേരെന്താ? റിസേ. ഐസ എത്രാം ക്ലാസ്സിലാ? ഒന്നില്ല. അല്ലോ അതില് ബാർബക്യൂ ചെയ്താല് ഈ പ്ലേറ്റ് ആയി. ചൂള സൗകര്യം അതെന്താ ചൂള സൗകര്യം? ഇതൊക്കെ പണ്ടത്തേടാ. ചൂട് വെക്കാം. ചൂളെന്തല്ലേ? ചൂളെന്താ? ഇത് ചൂള വെക്കൂലേ, ചൂടാക്കൂലേ? ചൂടാക്കാതെ തന്നെ ആ ബാർബക്യൂന്റെ ഇതിലിട്ടിട്ട് ചൂടാക്കും. അല്ല, ചിക്കന്റെ ഒപ്പം. അല്ലടാ, ഇതൊക്കെ ചൂള വെച്ചാലേ അതാ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയോ കേട്ടോ. പൂജ കഴിഞ്ഞോ ഈച്ചോ? പൂജ കഴിഞ്ഞോ? അപ്പൊ എന്തായാലും നമുക്ക് ഇനി പെറ്റ്സിന്റെ സ്ഥലത്തേക്ക് പോയോ. ഇങ്ങനത്തെ ചെടിന്റെ ബിസിനസ് തുടങ്ങിക്കോ. അല്ലടാ, ഇത് മരാണ്, ഇതും ചെടിയാണ്. ഇങ്ങനത്തെ ചെടിന്റെ പരിപാടി തുടങ്ങാം. എന്നിട്ട് വീട്ടമ്മമാരെ കണ്ണിൽ പൊടിയിട്ട് എല്ലാ വീട്ടിലും സെറ്റ് ചെയ്ത് കൊടുക്കുക. ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ഒപ്പം ഇങ്ങനെ അത്രക്ക് വേണ്ട. കല്യാണം മുതലേ ആയി വരാൻ ടൈം എടുക്കും. ഇത് പെരയിലാകുമ്പോൾ സീനില്ല. കല്യാണം തന്നെ പെട്ടെന്ന് നമ്മൾ ചെയ്യണ്ടേ. എൻട്രൻസ്. അപ്പൊ നമ്മൾ എറാപ്പ് എക്സോട്ടിക്കിലേക്കാണ് ഇനി പോകാൻ പോകണത് കേട്ടാ. തീറ്റയൊക്കെ തരും. വരി. ആദ്യത്തെ ഡോർ അടച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഡോർ തുറക്കുക. കയറി ഏട്ടാ. അസിപ്പ ജന്തുക്കളെടുത്ത് നോക്കി. ജന്തുക്കളെ ഇപ്പൊ ചിപ്പ് വരും. ഓ സോ ബ്യൂട്ടിഫുൾ. അതൊക്കെ വാ.
എടാ ഇതിന്റെ പേരെന്താ സൽമാനെ? പ്രാവേ ഇതാണ് ചെമ്പൻ പ്രാവ്, ചെമ്പൻ കണ്ണി. എടാ എന്താ ഇതിന്റെ തൂല അതിനെ തിന്നണ്? എടാ ഈ പക്ഷി ഇതാട്ടാ മാംസബുക്കാട്ടാ. എടാ വാണ്ടടാ വാണ്ടടാ. എടാ ഇടണ്ടടാ ഇടണ്ടടാ. തീറ്റ തീറ്റ അല്ല മൊത്തത്തിൽ കയറ്റിച്ചതാ. അതിനെ പിടിച്ച് പിടിച്ചോ ഇങ്ങനെ രണ്ടോ എടാ അത് കൊത്തടാ ചോദേ. നല്ല അജുവതിന്റെ തലമണ്ടൊക്കെ അതിന് മൂലക്കൊക്കെ ആക്കി ഇപ്പൊ പിടിച്ചോനെ. എടാ പിടിച്ചടാവല്ലേ പിടിച്ച് അല്ലാ. എടാ തൊടണ്ടോട്ടായിനെ തൊടാൻ പറ്റില്ലല്ലോ. അത് ഓടി തടിയെടുത്ത ഒരു ജന്തുവിനാണോ ജീവൻ കൊണ്ട് രക്ഷപ്പെട്ടായി. കാട്ടിൽ പോയി വിളിച്ചിരുന്നു കേട്ടോ. അത് അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ പോയി വിളിച്ചിരുന്നു. ബാ പാമ്പിന്റെ തൊലിയുള്ള കിളിയോ? പാമ്പിന്റെ തൊലിലെ കിളിയോ? എന്താ ഒരു താറാവ് കൃഷി തുടങ്ങിയാലോ? ഇതാണ് സീൻ കിളി. എന്നിട്ടോ മുട്ടക്കാണ് എനിക്ക് മുട്ടക്കല്ലേ പ്രോട്ടീൻ. ആ എനിക്ക് മുട്ട വാങ്ങിത്തരാം ഡസൻ കണക്കിന്. എന്നിട്ട് ആ താറാവ് ഇങ്ങനെ കട്ടമ്മക്കൂടെ മൊത്തം ഏർപ്പാക്കിയിട്ട് ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും. തീറ്റ എന്തിനാ ബ്രോ? ഫുഡ് വേണോ? അവരിങ്ങോട്ട് വരണമെങ്കിൽ അത് വേണം. ഇങ്ങനെ കാട്ടിയാൽ മതി. ഫീഡിങ് ടൈം ഉണ്ടാവും ഇതിനടാ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. മഷ്റൂമാ അജോത് മഷ്റൂമൊക്കെ കണ്ടപ്പോ പറിച്ച് പോക്കറ്റ് കിട്ടിട്ടാ. ശരിയാ കേട്ടത് ശരിയാ. ഗാഡികളാക്കി വരാണ് കൊമ്പന. അജുതത്തിന്റെ പേരെന്താ? പുഷ്പാനി പുൽപ്പോ. ആ താറാവോക്ക് എന്താ വൃത്തി. ഇടത്തൊക്കെ ഡെയിലി കുളിക്കണ താറാവാട്ടാ. ഒരു മനുഷ്യനായുണ്ടല്ലോ മിനിമം എത്ര വൃത്തി വേണം? ഇത് ലാസ്റ്റ് എന്നാ വിളിച്ചേ? ഇന്ന് രാവിലെ ഓട്സവർ ചായ വേത്ത് കൂടെ ചിന്തി കാണും. കജിമ കൂടെ കൂടെ വരും ഓട്സവർ. നമുക്ക് പേരയിൽ ഇങ്ങനെ ആക്കണ്ട. വലൈക്കും ഇസ്ലാം ബ്രോ. ഹായ് ഹനാൻ. അയ്യോ രണ്ട് സൈഡിലുണ്ട്. അണ്ടർ സർവീലിയൻസ്. വേമ്പോലി കൊറേ ഉണ്ട് കേട്ടാ കിളി. ശരിയാ. ഇതിനുള്ളിലുണ്ടോ കിളി തന്നെ? ആ എടാ പക്ഷികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒച്ച ഉണ്ടാക്കരുത് പറഞ്ഞുണ്ടോ? നേരത്തെ പക്ഷി ഭയപ്പെട്ടിട്ടേ ഇല്ല. ആഭരണങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കുക. പക്ഷികളിൽ വരെ കള്ളന്മാരോ? പക്ഷികൾ ആഭരണങ്ങൾ കടിക്കാൻ സാധ്യതയുണ്ട്. ആഭരണങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം പക്ഷികൾ എടുക്കുക. അല്ലാ ഇത് ഡേഞ്ചർ കിളിയാണോ നിൽക്കണത്? പിന്നെ ബത്തക്ക ജ്യൂസ് കൊടുക്കല്ലേ? ബത്തക്ക ജ്യൂസ്. ഓ ഈച്ചോ ഇങ്ങോട്ട് തിരി
കൊത്തിട്ടിയ അതിന് ബാക്കിൽ നിന്ന് തോണ്ടരുത് അത് കൊത്തും ബാക്കിൽ നിന്ന് തോണ്ടരുത് കൊത്തും അതിനുണ്ടോ കൊടുത്തത് വത്തക്ക ജ്യൂസാ സാധാ ഇതിലിട്ടോ ഗ്ലാസ്സിൽ കടി കിട്ടി എന്തായാലും അസിനെ കിളി കൊത്തി വേണോ ചുരുക്കോ ഹലോ വ്ളോഗത്തൊരു ഹായ് പറ സബ്സ്ക്രൈബ് കൊത്തുട്ടോ ആഭരണങ്ങൾ കടിച്ചോണ്ടോ മൈക്കും കടിച്ചോണ്ടോ മെഷീൻ്റെ തലം വരും അതെ ഇതിന്റെ പേരെന്താ അറിയാം ടാരോട്ട് ഓ ആ കറുപ്പ് ഒരു രക്ഷയില്ല കറുപ്പ് ഓ എന്തൊരച്ചതിന് മെത്തോക്കല്ലേ വേണോ പുറത്തൊക്കണ്ട അയ്യോ അല്ലേ പുറത്ത് വെച്ചോ ഇവിടെ വെച്ചോ മുന്നൊന്നും ബാക്കിൽ നിന്നൊന്നും കൊത്തിച്ചല്ലേ നല്ല രസമുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് അറിഞ്ഞപ്പോ കാണുന്നുണ്ടോ ചെമ്മാനം ബുദ്ധേ ചെമ്മാനം എടുത്തോ എല്ലാവരും കാക്കച്ചിനെ പോലെ കടിക്കണ്ടേ ഓഹോ അങ്ങനെ പക്ഷിക്ക് ബാത്റൂം എവിടെയാന്ന് കറക്റ്റ് മനസ്സിലായിരിക്കുന്നു. പക്ഷി ഈ ചൂവിനെ പ്ലാങ്കി വിട്ടിരിക്കുന്നു. ക്ലീൻ പക്ഷി കാഷ്ടിച്ചെന്ന് തോന്നുന്നു. ഇപ്പൊ കറക്റ്റ് തലയിലാ നിർത്തിക്കണേ. ഇപ്പ താടിമ കടിച്ചതാ താടിമ ഇപ്പ താടിക്ക ഇപ്പച്ചേ അത് ഊറ്റത്ത് കടിച്ചിട്ടാ. ഹൈ 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 കടിച്ച കടിച്ച ഹൈ ഹൈ നാണിക്കുട്ടിയുടെ കടി. ഹൈ നാണിക്കുട്ടിയെ ജെവിട്ടൻ നാണിക്കുട്ടിയെ ഹൈ വയസ്സം താണി ഹൈ ഹൈ ഹൈ. ഇപ്പൊ നല്ല തീറ്റയാട്ടായി കൊല്ലാൻ നോക്കുന്നോ. ജവി കട വാങ്ങിയിട്ടുണ്ടാവും. ഇതിലൊന്നും കേറാൻ മൂടില്ലാത്ത കുറെ ടീമുണ്ട് കേട്ടോ. വാട്ടർമെലൻ ജ്യൂസ്. വേണ്ട ബ്രോ. നോ പ്രോബ്ലം. എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടമല്ല പക്ഷി. ഇവിടെ പുറത്ത് വെച്ചോളൂ. ഇങ്ങോട്ട് പകരണ്ട ബ്രോ. അത് പോയാ അല്ലേ? എടാ വാങ്ങ കൈ. അയ്യോ ഇക്ക കുഴപ്പമില്ല ഇക്ക 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 അയ്യോ പുടി 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 ഇറുക്കല് ഇറുക്കല്. ഈച്ചോ മേത്ത് മേത്ത് പുടിയാ പുടിച്ചോ. ഈച്ചോ കൗത്ത് പിടിച്ചു നീച്ചോ പുടിച്ചോ.
രോമാഞ്ചം വരിക. അതാ മതി. സീൻ കളികളാട്ടോ അവിടെ. പെറ്റ് ഷോപ്പിൽ വരുമ്പോ ഇതാണ് ഒരു പെറ്റിന്റെ കടയൊക്കെ വരുമ്പോ ഇടേണ്ട കോസ്റ്റ്യൂം ഉണ്ടത്. ചുമക്ക് ചാമയ്ക്കോ അമ്മയ്ക്ക പേപ്പോ അപ്പാത്തിയ അപ്പത്തി തേപ്പോ സീൻ കോസ്റ്റ്യൂം ഉണ്ടാ. കറക്റ്റ് ഒരു പെറ്റ് ഷോപ്പ് ഇടേണ്ട രീതിയിൽ വന്നു. ഇഷ്ടമുള്ളപ്പോ കഴിക്കാലോ. വാ അയില ഒന്ന് പുറത്തോരുന്നു. പുറത്തോടുന്നത് ബാനൂറാ പെരു സൗണ്ട് ഇട്ടാ കിളിക്ക്. മസിൽ പിടിക്കണേ. പ്രമാശൻ പ്രമാശനാ വരുന്നേ. എന്തേ അപ്പൊ കിളി എന്തെങ്കിലും കാട്ടിയാ? കാട് പോലെ സെറ്റ് ചെയ്തില്ലേ? ഇങ്ങനെ ആക്കണം നമ്മളെ വീടിന്റെ ഏതെങ്കിലും ഭാഗം. നമ്മളെ പേരൻ്റെ അവിടെ ശരിക്കും അടിച്ചു കൊടുത്താൽ മതി. അജുവത്തിന് പറ്റിയ ഒരാള് വരുന്നുണ്ട്. ഒരു ജിമിട്ടൻ തത്ത വരുന്നുണ്ട് കേട്ടാ. അതിന്റെ പേര് റിയോ എന്നല്ലേ? റിയോ റിയോ ഡിസക്ക ഡിസക്ക. ബി കെയർഫുൾ. 10 ജ്യൂസാണ് രാവിലെ തന്നെ കഴി. കൊളവായ വണ്ടുമ്മച്ച് കൊടുന്ന് നമ്മളെ ഫുള്ള് അതാണ്. അവസാനം മീനിന് ശ്വാസം കിട്ടാതെ മരിച്ച്. ഈസാൻ കൊളവായ കുറെ ഇട്ടാണ്ട് ശ്വാസം കിട്ടാൻ വേണ്ടി മരിച്ചു. പിന്നെ ലാസ്റ്റ് ശ്വാസം മുട്ടി മരിച്ചു. ഈസാൻ കൊളവായ വാങ്ങിയ അതുണ്ട് കേട്ടോ. കൊളവായ വാങ്ങിയാണ്ടേ ഫുള്ള് നല്ല മീനുള്ള അക്വറി മീനുള്ളേക്ക് ഒന്നായിട്ട് കൊടുത്തിട്ട് അവസാനം മീനുകളൊക്കെ മീനുകൾക്ക് ശ്വാസം കിട്ടുന്ന പറഞ്ഞിട്ട് അവസാനം മീനുകൾ ഫുള്ള് അതിന്റെ കൊളവായന്റെ അടിയത്തെ ചണ്ടിന്റെ ഉള്ളിൽ കുടുങ്ങി മരിച്ച്. എല്ലാ മീനും ശ്വാസം മുട്ടി മരിച്ച്. എന്തൊക്കെ പരിപാടിയാണ് എടുത്തിക്കണേ. ശരിക്കും ഇല്ല നമ്മളെ ചെറുപ്പത്തിലെ വ്ളോഗ് തുടങ്ങണ്ടിനി ചെറിയ കുട്ടികളായപ്പോ. എന്നാ കൊറേ ആളുണ്ടായിനി. നേരെ കൊണ്ട് എടുത്തിക്കുന്നോ? അഫി എങ്ങനെയുണ്ട്? അഫിയ തീരി തീരി. ഏജവി ഒറിജിനൽ പറവമുരുകൻ. ഇവിടെ ഒരു രോമാഞ്ചമല്ല. ഇല്ല 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 ഒന്നും ചെയ്യില്ല. അജിത്തിന്റെ തലയിലിട്ട് കൊടുക്കേ നിക്കാനും വയ്ക്കും. എടാ ഒന്നും ചെയ്യില്ലടാ. അല്ല എന്റെ തലമട്ട എനിക്കിതുണ്ട്. ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉണ്ട്. പടവക്ക് കേടാ.
അത് അതിനെ വിടി അത് തലമ്പ വന്നിരുന്ന തല സൈഡ് ഔട്ടോ. ഒന്നായിട്ട് വരുന്നത് അതിന് ഒരു കൂട് വിട്ടിക്കണ്. എത്ര ഉണ്ട്? എത്ര? ഈച്ചോ മതി പറയടാ ബലോട്. ഈച്ചോ ഒന്ന് പറയടാ. ഭാഷ ആരെങ്കിലും പറഞ്ഞിടാ. പോയില്ലേ ഇവിടെ ഒരു കനം ഇവിടെ എപ്പോഴും ഉണ്ടോ? അതിനെ പൊടി അതിനെ വിളി സെൽദിനെ. അത് പോവാ, അത് മൂടില്ല അതിന്. അതിനെ കാലിന് അങ്ങനെ പിടിക്കണം. ഓ സീൻ ചെന്നുട്ടോ. മാണേ ഞാൻ ഇത് തരുമ്പോ മാണേ നാളെ തിന്നാം. ഞാൻ 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 പൈനാപ്പിൾ സീഡ്, പംകിൻ സീഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. നീ വരേണ്ടി വന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടാൻ. എന്നിവിടെ ഷോർട്ട് എനിക്ക് വേണ്ടത്. ഇതാരെങ്കിലും കാണുന്നില്ലല്ലോ അല്ലേ? എൻ്റെ വംശത്തിന് മാനക്കേടാ ഞാനിങ്ങനെ ഒരു പറ്റിനെ പോലെ നിൽക്കുന്നതേ. നീ എന്താ നീ എൻ്റെ അതേ കളറ് ഷർട്ടാണല്ലോ ഇട്ടിരിക്കണേ. അല്ല തീറ്റ കഴിഞ്ഞാ ബ്രോ? തീറ്റ കഴിഞ്ഞാൽ ഞാൻ പോവാണ്ടാ. അതിലൊന്നും ഒരു കൊത്ത് കിട്ടിയ പോലെ ഉണ്ടാവും. അതെ എൻ്റെ മൂക്കിലാണ് ഒരു കൊത്ത് കിട്ടിയുണ്ടല്ലോ. അതിന് പല്ലുണ്ടാവില്ല പൊട്ട. തത്തമ്മക്ക് ഇല്ലല്ലോ. ഇതിനെന്തിനാ പല്ല്? അതിനൊരു ശുണ്ടന്നെ പോലെ മൂട്ടന്ന് വലിച്ചാൽ നിൽക്കണ്ട കേട്ടോ. അയ്യേ പറവന്റെ ബാക്ക് ഇങ്ങനെ പോലും വലിയ ഇതുണ്ടോ ബ്രോ? തീറ്റ ഡേഞ്ചർ ആവും തോന്നുന്നു കേട്ടോ. വേണ്ട അതിനൊക്കെ ബ്രോ. ഇല്ല അത് വേണ്ട ബ്രോ, അത് വേണ്ട. അല്ലെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരിതാ. തീറ്റ അവിടെ ബ്രോ ഇക്ക അത് വേറെന്തോ ലക്ഷ്യത്തിലാ വന്നണേ. ഭക്ഷണം കഴിക്കണില്ലല്ലോ. അതന്നെ തിന്നുന്നുണ്ട്. വേണടാ രസമുണ്ട്. ഹായ് എന്താ മോനെ നേരത്തെ എവിടെ അതിന്റെ മുടി നീച്ചിട്ടുണ്ടല്ലോ. മതിക്ക മതി കടിക്ക. അഫിയെ മോനെ സ്റ്റീൽ മോനെ എന്താ മോനെ പാർക്കില് അറിയാത്ത പോലെ ഇത് കൊടുക്ക്. ഇത് കയ്യിൽ ഇങ്ങനെ മേലെ കൊടുക്ക്. ഇവിടേക്കാക്കി കൊടുക്ക്. കുമ്മനം ക്ഷണിക്കപ്പെടാതെ അതിഥി. കുമ്മനം ചാക്കോ തീറ്റ എല്ലാവർക്കും ഉള്ളത് തന്നെയാ. അതാ ഞാനിങ്ങനെ കേൾക്കണേ. എടാ അതാ നീളണ അഫീഫേ. അതിനെപ്പോ കൊത്തുട്ടോ. മറ്റേ ഇതിപ്പോ കൊത്തു അതിനെ. അയ്യോ അപ്പൊ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരു കടി. അഫീ തിരിച്ച ഇതിനെ തിരിഞ്ഞ എടാ ചിരിക്കടാ ഇതിനെ. ചിരിക്കടാ ഇതിനെ. ഇങ്ങോട്ടൊക്കെ ചിരിക്ക്. ഇതിന് കൊടുക്കാം മൈക്കോ. എന്ത് പറയാ മൈക്കില് അന്നെ ഇഷ്ടപ്പെട്ടിരുന്നാ അഫിയ ഒന്നിരിഞ്ഞ ഇല്ലല്ലോ. 1 down
എടാ പുറത്തെടുക്ക്, ഞാൻ ഇവിടെ നിന്ന് പോവാട്ടോ. ഇത് കിളിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലേ പ്രഭാത കർമ്മങ്ങളൊക്കെ നമ്മളെ വേദ കൂടെ കഴിക്കണേ. ഇല്ല കാലിൻ്റെ അവിടെ സീനില്ല. ഇന്റെ പുറത്താ ഇറങ്ങാൻ പറയും. ബ്രോ ടൈം ഓവർ ബ്രോ. എടാ ആസിഫ് എന്നെ തോണ്ടി വിട്. ഹലോ ഇന്നെ തോണ്ടാനല്ലടാ കിളിനെ തോണ്ടി. എന്താ പോവാത്ത ബ്രോ? തീറ്റൊന്നുമില്ല. അതിന്റെ ഒരു മുഖത്തൊക്കെ ഇത് കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാട്ടോ. കടിച്ചു ഒരു കടി കിട്ടി. കണ്ടറിയില്ല, നല്ല വാശിയുള്ള കൂട്ടത്തിലാണ്. നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? ഒന്ന് തൊയ്രം തരുമോ? തൊയ്രം കുറച്ച് ഞാൻ അങ്ങനെ തലോടാൻ ചെന്നതാ. സീഡോ വേണ്ടാക്കേ. വേണ്ടാന്നല്ലേ പറഞ്ഞത്. ഓ അതിന് വാശിയുണ്ടോ? സീഡ് കൊടുത്തിട്ടും വേണ്ടാന്ന്. എന്റെ ചോക്ലേറ്റ് തീറ്റൊന്നും എനിക്ക് വേണ്ട. പോടെ ഞാൻ ഇവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന്. വേണ്ടാന്ന് നല്ല കൊത്തോ. എന്തോ പ്രശ്നമുണ്ട്. ബാബൂരി വാലെല്ലാം ചേർക്കുന്നുണ്ട്. പടച്ചോ രണ്ടു വാക്ക് പ്രേക്ഷകരോട്. വ്ളോഗ് നല്ല വ്ളോഗാണ്, നമ്മളെ കാണുന്നുണ്ട്. എടാ ഈറ്റൊക്കെ എന്താ തിന്നാട്ട് കൊടുക്കണേ? മറ്റേ ടാക്കീസാ? ഇതെന്താ തീറ്റ? പെറ്റിന്റെ തീറ്റ? പെറ്റിന്റെ തീറ്റ? ഓ ഓക്കെ. രാവിലെ പ്രോട്ടീൻ ഫുഡ് അല്ലേ? മുജീബ് പിജൺ, മുജീബ് പറവകൾ. ഓ ഫിനിക്സ് ചിക്കൻ, അതാ അതിൻ്റെ ബാക്കിയാ. ക്രീം ഓഫ് ചിക്കൻ അല്ല, ഫിനിക്സ് ചിക്കൻ. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് ഗല്ലു ഗല്ലു ഡൊമസ്റ്റിക്കസ് എന്നാണ് കേട്ടോ. വീട്ടിലെ വെളിപ്പേരൊക്കെ സയൻറ്റിഫിക് നെയിമായി. നേറ്റീവ് ജർമ്മനിക്കാരനാണ്. പൂവങ്കോയൊക്കെ ജർമ്മനിന്നാ. പൂവങ്കോയി ആക്കണേ. പാമ്പിന്റെ പോലെ. എടാ പ്രാചീന കാലത്തെ പൂവങ്കോയാണ്. അതല്ല അതിന്റെ അപ്പുറത്തുണ്ടോ? ഈ പൂവങ്കോയി ജർമ്മനി എന്നുള്ള പൂവങ്കോയാ. ഏതാ ഡിമാൻഡ്? എടാ അതെന്താ കൂളിംഗ് ഗ്ലാസ് വെച്ച പോലെ? സൂം ചെയ്തൊക്കെ അതിന്റെ കണ്ണോക്ക്. റെഡ് ഗ്ലാസ് വെച്ച പോലെ കണ്ടോ? അയ്യോ അയ്യോ വ്ളോഗ് കാണുന്നവര് അയ്യോ ഞങ്ങളെ കണ്ണടച്ച് പോയേ. അയ്യോ അയ്യോ അതിന്റെ കാഴ്ച രക്ഷപ്പെട്ടേ. എന്താ പറയുക, ചെറിയ കമ്പിയാ ഫോക്കസ് ആവില്ല. നടക്കണോക്ക് ഞമ്മടെ ഇത് സീം പോകാൻ പോയാ. ഇല്ല അത് നിങ്ങൾ കൊടുത്താ കാഴ്ച ബ്ലോക്ക് ചെയ്യാനാണ്. കാഴ്ച ബ്ലോക്ക് ചെയ്യണം, ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള കാഴ്ച ബ്ലോക്ക് ചെയ്യണം. ഓ അങ്ങനെ. ഞങ്ങളിപ്പോ പറഞ്ഞത് എന്തോ വലിയ ജീവിന്റെ എന്തോ സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സീൻ ജന്തുവിന്റെ ജന്മന ഇൻബിൽറ്റ് ആയിട്ട് കൂളിംഗ് ഗ്ലാസ് വരുന്ന ജന്തുവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ജന്തുവിന്റെ കാഴ്ച ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്താണ് കേട്ടോ, തല്ലൂടാതെക്കാന്. അല്ലേ അല്ലേ കാറ്റിലെ മഴയേ. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണം. ഒരു കറങ്ങണ സാധനം
വാര്യംകുന്നത്ത് കംബോഡിയൻ സ്കുരൽ. കൈയിടണ്ടോ ഇതൊക്കെ എന്താ സീന? കടിച്ച് കടിക്കോ? പ്ലസ് ടു നീയാക്കുന്ന പറഞ്ഞേ വിരല് വരുമ്പോ തന്നെ ഇങ്ങനെ ഉണ്ടോ? ഇവിടുത്തെ ആൾക്കാരെ പറയുന്നുണ്ട്. വേണ്ട അജിതേ ഓ നല്ല കടി ഇട്ടോ അജിതേ, തോലാണ് പോരും. നല്ല കടി അടിക്കൂട്ടാ. മർമോസ്റ്റ് മങ്കിനാടെ മർമോസ്റ്റ് മങ്കി. എന്താ ആ ഇതോ രസാണ്. ഇത് മറ്റേ ഇതിലുണ്ടേ വാങ്ങിയേ ആ ഏല് ഓർമ്മയുണ്ട്. വാ 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 മറ്റെടുത്ത് നിങ്ങളൊക്കെ എപ്പ വന്ന് എന്താ കുട്ടപ്പോച്ചൂടെ കുട്ടാപ്പന്റെ കണ്ടു. കുട്ടപ്പോ ചായ കുടിച്ചോ? കുട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവരും കൂടി കെട്ടിപ്പൊളിഞ്ഞ് വന്നേക്കണത്. ഈ കുതിരാക്കൊന്നും വേറെ പണിയില്ല. രാവിലെ തന്നെ ഇങ്ങനെ ചായയും കുടിച്ച് നേരെ നമ്മളെ കാണാൻ വന്നാണ്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ സർക്കസ് കളിച്ചണം, മാതിരി കളിച്ചണം. തിന്നാൻ തരും ഞങ്ങളെ കയ്യിൽ. തിന്നാന്നില്ലല്ലേ? കൊഞ്ചിച്ചല് മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാൽ ഞങ്ങൾ പോകുകയാണ് കൊഞ്ചിച്ചല് മാത്രമേ. ഞാൻ ഇവിടുന്ന് ഞാൻ ചാടി വരും. ഇച്ച് ചാടാൻ വെക്കും. സീഞ്ച് എന്താട്ടത്? ഈച്ചോ പാമ്പിന് പകരം ഇങ്ങനത്തെ ഒന്നിനെ വാങ്ങും പേരയില് സീനാവും. കയ്യിലെടുക്കാൻ പറ്റൂലേ? പറക്കുവണ്ണാനോ വാങ്ങിക്കോ, ഫ്ലൈങ് സ്കൂർ. പറക്കൊണ്ണാനോ വാങ്ങിക്കോ. ഇപ്പൊ അജോത് ഇപ്പടുത്ത് തോളത്ത് വെക്കും. അജോത് ഇപ്പടുത്ത് തോളത്ത് വെക്കും. അജോതിന് പേടിയില്ല. അജോത് ഇതാ മെക്സിക്കൻ ഇഗ്വാനെ ഇപ്പടുത്ത് തോളത്ത് വെക്കാൻ പോവാണ്. ഇതിനുള്ളിൽ എന്തോന്നില്ലാത്തത്? ഇതിനുള്ളിലൊന്നുമില്ലല്ലോ. അങ്ങനെ ട്രാൻസ്ഫർ ആയി അസീമേ കുറച്ചും കണ്ട് നാളെ എവിടെ നിർത്തി എനിക്ക് ഇത്ര ധൈര്യം എന്താ? പോലെ ആ എനിക്ക് ഓർമ്മയുണ്ട്. അതെ അതെ ഹെവി സ്ഥലത്തേക്ക് നമ്മൾ പോവാനുള്ള കേട്ടോ. ബാബാ അജോതിന് പേടിയില്ല. അജോത് ഫസ്റ്റ് ഈച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരും കേട്ടോ. വന്നിട്ടോ പറ്റാ മിക്കവാറും ഈ സാധനം അതിന്റെ വാല് നടക്കൂട്ടിട്ട് ലോക്ക് ചെയ്തു. എനിക്ക് വേണ്ട ബ്രോ, എനിക്കിത് ഇഷ്ടമില്ല. എനിക്ക് അലർജിയാ. ഇഗ്വാന അലർജി ഉണ്ട് ബ്രോ. ആ ഓനെടുക്കും. ഇതിന് ബാബാ ബാബാ പ്ലീസ്. അജോത് എടുക്കും. അജോതിന് പേടിയില്ല. നല്ല പേടിയിട്ടുണ്ട്. മാസം കണ്ട് എല്ലാരും എടുക്കും പറഞ്ഞും ചെയ്തു. അജോതിന് ഈച്ചോ അജോതിന് അജുവത് അങ്ങനെ ഉമ്മടുക്കുമ്പോ ചുണ്ടിനാണ് കടിയിട്ട് കുട്ടികളെ എടുക്കണ പോലെ എടുക്കുക. അജുവത് ഇങ്ങനെ എടുത്ത് തോളത്ത് അജുവത് എങ്ങോട്ട് തിരി എന്താ ചലനറ്റ പോലെ വെക്കണേ. സുഹൃത്തുക്കളെ പേടി തെല്ലുമില്ല അജുവത്. അജുവേ അതിന്റെ വാലന്റെ ടൗസറിന്റെ ഉള്ളിൽ പോയിക്കണ കേട്ടാ. വാല് ടൗസറിന്റെ ഉള്ളിൽ പോയിക്കണ്ട. എന്ത് തടയുന്ന പോലെ കൈയെടുക്കടാ. ഇഗ്വാന പോയിണ അവിടുന്ന് രാവിലെ കുതിരയോടെ ഇല്ലടാ. പോയടാ വീടിയടാ വെറുതെ വീടിയടാ. മാന്തിയാ. ആ ഓ ദാറ്റ് ഈസ് ക്യൂട്ട്. മൂത്രയിക്കൂല. ട്രണീം ഇടും. ഓ ഏതാ കൊമ്പ് ഞാൻ വിളിച്ചോട്ടെ ആടിനെ.
ഇതെങ്ങനെ പിടിക്കാം അടാ ഞാൻ ഇടുന്നു അനക്കൊന്നിനെ പിടിച്ചാനറിയില്ല എല്ലാം പിടിച്ചു വേണം ഒന്നും പിടിച്ചാൽ അറിയില്ല. ആ സുഹൃത്തുക്കളെ, ഇതാ കാണികളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിൽ ഈ മറ്റോടത്ത് മുതലിനെ പിടിച്ചിട്ടില്ലേനോ? ബൽഹസ പാർക്കുന്ന് ആ ഇതിനെത്ര പ്രായം ഉണ്ടാവിക്ക? 3.5 വയസ്സിലെ ഈറ്റയുടെ ലൈഫ് സ്പാൻ എത്ര? നാപ്പൊക്കെ പോവോ? ഓ അപ്പൊ വലിപ്പം കൂടും. ആട് സീന് അത് ഇതാര് അടിച്ചാ? ജന്തു അടിച്ചു. ഇതെന്താടാ? ഭയങ്കര സ്വീറ്റാട്. അത്ര സ്വീറ്റ് അല്ലട്ടാ. എങ്ങനെ കാലൊടിഞ്ഞിങ്ങനെ അങ്ങനെ അടിതാങ്ങ്. ഇതെന്താടാക്ക? ബാൽബറിയോ? ഇതിന് എത്ര റുപ്യ? നല്ല വിലയാ? ഇത് ഈ വലുപ്പത്തിലാവും കാലകാലം? ഇത് വലുതാവും. കുട്ടികളെ അതെ എന്നും ഈ വലുപ്പത്തിലാവൂല. എന്നും ഈ വലുപ്പാവൂല. വളർച്ച നിർത്തട്ടോ. നിന്റെ ചെവിയൊക്കെ കൊമ്പ് മരിക്കണ്ട്. ആ കൊമ്പ് മരിക്കണ്ട്. നല്ല ആടിട്ടാ. അപ്പൊ ആടിനെ വാങ്ങാൻ പ്ലാനാണോ? ഈ ആടിനെ വാങ്ങിക്കൊണ്ടേ. നമുക്കൊരു തമ്മിൽ വേണ്ടി ലാസ്റ്റ് എടുത്താൽ മതിയാ? എല്ലാം കൂടി നമുക്ക് എടുക്കാം. മറ്റേ ആടിനും പിടിച്ചിട്ട് എടുക്കാം. നിങ്ങൾ തരുമോ? തന്നെ തരുമോ ഫോട്ടോ? സെറ്റ്. കൊമ്പ് വേറെ ഉണ്ട് കേട്ടാ. കാലെങ്ങനെ പിടിച്ചാ? കൈ ഇങ്ങനെ ഇല്ല, ഒരു പരിചയമല്ല. പക്ഷെ നമ്മളടുത്ത് ആടിനെ പിടിച്ചു കേട്ടോ. ഇതിപ്പോ ഹെയർ ലോസ് ഉള്ള ആടാ. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് പശു പരിപാടി ഉണ്ട് കേട്ടോ. യോ അതിന്റെ ഇപ്പിമേതറ ഓ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണ്ട ആട്. നമുക്ക് ആ ക്യൂട്ട്നെസ് വേണം എപ്പോഴും. കുത്തുട്ടോ? എപ്പം വന്ന് നിങ്ങളൊക്കെ? എന്താ വർത്താനോ? എന്റെ പേരെ കണ്ണൂരാന്ന്. കണ്ണൂരപ്പം കൊണ്ടുവന്നീനാ? എടാ കുതിര കടിച്ചു അതിനെ. ഓ അത് നല്ല രസമല്ലോ. ആ കുതിര സീൻ കുതിര. ഇത് പാവല്ലേ? ഇനി കണ്ണനെ കാണില്ലോ നീ കുതിരക്ക്. ബ്രോ ഇപ്പൊ ആരും ഇവിടെ വന്നേ ഒന്നും കാണില്ല ബ്രോ. മുടി ഒന്ന് മാറ്റിതാ ബ്രോ. കണ്ടോ മുടി മാറ്റി. ആ മുടി മാറ്റി നോക്കണ്ട്. മുടി മാറ്റി. ഈച്ചോന്റെ മുടി ഒന്ന് മാറ്റി കൊടുത്ത ഈച്ചോ. ഇങ്ങോട്ട് വിളി. ആൾക്കാരാ എപ്പോ വന്നു ബ്രോ? ചുണ്ടൊക്കെ ഇപ്പൊ ഇതിനെ കടിച്ചുള്ളൂ.
മൈക്ക് തിന്നോ? ചിലപ്പോ തിന്നൂലേ? വാ ആടെ സുൽത്താനോ? ശൈത്താനല്ല, സുൽത്താൻ. സ്വഭാവം ശൈത്താന്റെ ആണെന്ന് കേട്ടു. ഹെവി സാധനം അല്ലേ? അതിന്റെ കണ്ണോക്കി. ഇത് ഓടിക്കലുണ്ടോ ആരെങ്കിലും? ആണോ? വെറും ഇങ്ങനെ ഷോക്ക് മാത്രം നിർത്തല്ല, എടുത്ത് ഓടിക്കല്ല? എന്താ നോക്കണേ? ഇതിന്റെ സൈസ് നോക്ക്, ചെറിയൊരു ഓട്ടക്കുട്ടിയേ. സൗദേ ഇവിടെ എന്താ? ആ കറക്റ്റ് കേട്ടോ, അതേ കളറും. ഇതിന് കണ്ണുണ്ടായില്ല ആദ്യം, എന്നിട്ട് ഈച്ചു വന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുത്തതാ. ബാക്ക് കിട്ടത് കുതിരന്റെ ഹെയർ സ്റ്റൈല് കൊടുക്കട്ടെ. എന്റെ മുടിമ കളിച്ചു നോക്ക്, അതിന് നല്ല ഇഷ്ടാ. മുടി ഇങ്ങനെ ആക്കി കൊടുക്കണേ. പല്ലൊക്കട്ടെ, പല്ലേച്ചിക്കണ പല്ലൊക്കട്ടെ. മൊയിലാളി എന്തിനാ മൊയിലാളി പല്ലോക്കണ? മൊയിലാളി മുതലാളിന്റെ കുട്ടിയാവുന്ന ഇതാരെ കുട്ടിയാ ബ്രോ? ഇത് എന്തിന്റെ കുട്ടിയാ ബ്രോ? ഇതിന്റെ മൊയിലാളിയുടെ അവിടെയാ? അതാ ഇതിന്റെ കുട്ടികളല്ലേ? രണ്ട് കുട്ടികളല്ലേ? എന്തിനാ അതിന്റെ ഉള്ളിൽ കയറണ ഈ സാധനം? അതിനെ പരിചയപ്പെടാനാ? വേറെ ആരും കിട്ടിയില്ല പരിചയപ്പെടാൻ? ഈ കൊമ്പുള്ള ആടന്നെ കുത്തുട്ടിച്ചോ? ഊരെ കുത്തു നോക്കട്ടോ. അതിന് പിന്നെ ബാക്കിൽ നിന്ന് വരാനുള്ള സ്ഥലമല്ല. കുത്തിക്കോന്നോ? കുത്തുട്ടിച്ചോ? അതൊന്ന് ബാക്കിൽ നിന്ന് ചാടി കുത്തിയാണ്ടല്ലോ. കയറൊക്കെ പിടിച്ചാണ് കയറാണ് പൊട്ടേണ്ടി. ചാടും. കിട്ടും അടുത്തേക്ക്. ഭയമൂന്റെ അടുത്ത് പോവാ. ഏമൂന്റെ അടുത്ത് പോവാ. ഈച്ചോ ഭയമൂണ്ട്. എന്ത് കോയാ? ബ്രാഹ്മണ കോയി. ഗല്ലു ഗല്ലു ഡൊമസ്റ്റിക്കസ്. ഞങ്ങൾ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകതരം കോഴികളാണ്. ഓ, ആ കോയിൻ്റെ ഒക്കെ കാലൊക്കെ ഫുൾ കിറ്റിലാണ് നിൽക്കണത്. ബാഗി ജീൻസൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണ പോലെ ഉണ്ട് പരിപാടിക്ക് അല്ലേ? ആ, വൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ ഷോക്ക് നിൽക്കണ പോലെ ഉണ്ടാ. ബാഗി ജീൻസ് ഇട്ട കോയിട്ടാ. ഇത് തൊലി കളഞ്ഞാൽ വലിയ ഇറച്ചി ഉണ്ടാവും എനിക്ക് തോന്നില്ല. ഉണ്ടോ? വെയിറ്റ് ഉണ്ടോ? ഒരു കോയിലേ? എന്താ പറഞ്ഞു? ഇതാണ് എമു. അത് എമു. ഇത് കടിച്ചില്ല, അത് ആട്ടി കൊത്തും, മേത്ത് കറിക്കുന്നത്. അതിന് ഡേഞ്ചറാണത്. ഇതെങ്ങനെ പറക്കുക? ഇതിന് എത്ര വെയിറ്റ് ഉണ്ട്? ഇതിനെങ്ങനെ ഇതിന്റെ വെയിറ്റ് ഒന്നും അങ്ങി പറക്കാൻ പറ്റുക? ഈ സാധനം ഇപ്പൊ ഒരു കൊത്തിട്ടോ തലമണ്ടക്ക്. അതിന് കൗത്തിനാണ് ഒഴിഞ്ഞെടുക്കണ്ടേ ഇവിടെ. അപ്പോഴാണ് അതിന് സ്നേഹം വരിക. ഇതിനോടി നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. കൈഫൽ ഹാൽ?
അൽ അന്നമൽ ആനഹ വൽ ഒട്ടഹ. ജിറാഫാണ് വലിപ്പുണ്ടാവും. എന്താന്നല്ലേ ട്രാൻസ്ഷിപ്മെന്റ് കോൺട്രാക്ട്. സലാമലൈക്കും. സൗദിന്റെ തല തിന്നാൻ വന്നതാ. കണ്ടിട്ട് വളർത്തിയതാ. മൈക്കടിച്ചിട്ടോ. ഞാൻ സലാഹൽ ഹൈർ. ഇപ്പൊ അതിപ്പോ തിന്നുട്ടോ അതിനെ. മൊബൈലൊക്കെ ഇപ്പൊ കടിച്ചിരുന്നു ഈച്ചു പറഞ്ഞ മാതിരി. ഒരു ഇലക്ട്രോണിക് ടേസ്റ്റ്. ഞാൻ കൊടുക്കട്ടെ അങ്ങനെ കേട്ടോ. ചുണ്ടെല്ലാം പോച്ച്. ഹാഫി അങ്ങനെ കൊടുക്ക. ഹാഫി അങ്ങനെ കൊടുക്ക. ഹാഫി അങ്ങനെ കൊടുക്ക. ഹാഫിയ ഏലോടെ ആടിന്റെ വാല ചമക്കണേ. ഞായും ഒട്ടകം ഇതല്ലേ സസ്യ ബുക്ക് അല്ലേ അല്ലേ? നിന്റെ ചുണ്ടി കെട്ട താമത്തെ അതിന് മൂക്കാർമ്മ പിടിച്ചാണ് കേട്ടോ. കടിച്ചു. ഒട്ടകം എന്താ സൈസില്ലേ? NBA പ്ലെയറാണ്. വ്ളോഗിലുള്ള എല്ലാവർക്കും ഒട്ടകത്തിന്റെ വക. അസ്സലാമു അലൈക്കും വ്ളോഗുകാരെ. പെരീ തുമ്മമാരെല്ലാം കാണുന്നുണ്ടാ? അസ്സലാമു അലൈക്കും. കുട്ടികളെല്ലാം കാണുന്നുണ്ടാ? അസ്സലാമു അലൈക്കും കുട്ടികളെ. ആരാണ് ചോറുന്നാത്തത്? ഫോണില് കളിച്ചിക്കണത് ആരാണ്? ഫോണില് കളിച്ചിക്കണത് ആരാണ്? ഒട്ടകം. ബ്രോ നമുക്ക് എല്ലാവർക്കും കുറച്ച് ഫോട്ടോസ് വേണം. ചെറുപ്പിച്ച അങ്ങനെ ചിരി. ഇത് ചളിയിൽ എവിടെയെങ്കിലും കിടക്കേനി. എടാ ഇതിന്റെ മേലത്തെ പല്ല് പൊട്ടിപ്പോയാ? ആ ഈസാനെ അത് പാളും. അങ്ങനെ ഒട്ടക പക്ഷിന്റെ കൂട്ടിലേക്ക് ഈച്ചും സൽമാനും ഇറങ്ങിയിരിക്കുകയാണ്. ധൈര്യം പറഞ്ഞ ഹെവി ധൈര്യം. എടാ ഒട്ടക പക്ഷി കൊത്തിയൊരു രസം ഉണ്ടാവല്ലോ ടീച്ചോ. ഈസാനായി എന്തിനോ അല്ല പുറപ്പാടാട്ടോ. ഓടിയല്ലോ. ബാക്കിന്ന് ഓടിയൊന്ന് ഒത്താനാണോ അതിന്? എടാ സൽമാനെ 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 സൽമാൻ എപ്പൊ തന്നെ പാടിയേരിണ്ട്. അത് എന്തിനോ വല്ല പുറപ്പാടേ ഇനി ഓടിച്ചാ കറങ്ങി. ഇതെന്താ ഒട്ടപശിന്റെ പോലെ നിൽക്കുക? അതിന്റെ കൗത്തിനാണ് തലോടണ്ട് പൊട്ട. അപ്പോഴതിന് സ്നേഹം വരുള്ളൂ. കഴുത്തിന് തലോടാ ചോദേ. കഴുത്തിന് തലോട്. എമു വലിയ സീനില്ല. എക്സ്പീരിയൻസ് ചെയ്യണല്ലോ. ഇനിയിപ്പോ കിട്ടിയ ഒരു കൊത്തല്ലേ? കൊത്തിട്ടിയോ? എമുൻ സീനില്ലടാ. എമുന്റെ ചുണ്ടിന്റെ മേലായിട്ടാണ് തലോടേണ്ടത്. അപ്പോഴാണ് സ്നേഹം വരിക.
കോൺഫിഡൻസ് 100, ധൈര്യം 0. എന്താ കൊടുക്കണേ ഇപ്പച്ചി മെച്ചിയും അല്ലേ? കൊത്തി കണ്ട തിന്നണേട്ടാ, കൊത്തി കണ്ട തിന്നണേ. ചെറിയ ലൈപ്പ് തീറ്റല്ല കേട്ടോ. ആ അതിന് ചുണ്ടും കൊണ്ട് അനുവോ കിട്ടും മൂക്കും കൂട്ടി. വേണമെങ്കിൽ നമുക്ക് വളർത്താം. പ്ലാവിന്റെ ഇല മതി. പ്ലാവിന്റെ ഇല മാത്രം പോരാ, അതിന് നിക്കാൻ സ്ഥലം കൂടി വേണം. മുറ്റം മുഴുവൻ പോകും. മുറ്റത്ത് മൊത്തം ഒട്ടക്ക പശയാവും. അബിന്റെ ഉള്ളിൽ കൂടെ കൊടുത്താ ഇതിന് ചുണ്ടോണ്ട് കൊടുത്ത ആദ്യത്തെ അവസാനത്തിന് കൊടുക്കലാവും. ആ അഫിയ പണിയാവട്ടോ. അഫിയ ചുണ്ടിനാണ് കൊത്തിട്ടു. അഞ്ഞ് ചുണ്ടും വെച്ച് കൊടുക്ക്. അതിനെ പറ്റിച്ചാലേ അതിന് മനസ്സിലാവും കേട്ടോ. സസ്യ ബുക്കാണല്ലോ എല്ലാം. ഏതാ ബുക്ക്? മണ്ടൻ ഇംഗ്ലീഷ് മീഡിയത്തിന് എന്ത് സസ്യ ബുക്ക്? ഒട്ടകോ എവിടെ വേറെണ്ടോ? ഇനി എന്താ ഉള്ളത്? പാമ്പുണ്ട്, പ്രാവുണ്ട്, ഒള്ളിക്കും പാമ്പോടെ ചേരണ്ടോ? പിന്നെ നീർക്കോലി നീർക്കോലി ആ കുളത്തുനിന്ന് കുടിച്ച പെട്ടെന്ന് പോണ പാമ്പളെ അതിന് വിഷം കളയാത്തണലി. ഏതാ ലുക്ക്? ഒരു പ്രാവുമ്പളേ മിനിമം ലുക്ക് വേണം, അല്ലെങ്കിൽ പ്രാവായി ജനിക്കരുത്. കുട്ടികളൊക്കെ കാണുമ്പോ അമ്പലപ്രാവിന് ആകെ സങ്കടാവും. എന്താ ബോഡി? അമ്പലപ്രാവൺ സ്റ്റിറോയിഡ്സ്. അമ്പലപ്രാവൺ സ്റ്റിറോയിഡ്സ് ഇതാ കറക്റ്റ്. ഇത് മോനെ, ഇത് മറ്റേ സിന്തോള്. അമ്പലപ്രാവൺ സിന്തോൾ. സിന്തോള് ചെസ്റ്റ് കൂടെ. ഹായ്. ഓ ഹലോ. ആരുടെ ഇയാളെ ഉറക്കത്തിന് വിളിച്ചോടുന്നേ? പാവുണ്ട്, പൗതി ഉറക്കത്തിലാണല്ലോ. ഒന്നിങ്ങനെ ആട്ടി കൊടുത്ത് ഉറങ്ങും. ഒന്നാട്ടി കൊടുത്ത് ഉറങ്ങും. ആ കണ്ടുപോകും. ഒന്നിങ്ങോട്ട് എടുത്തിട്ട് ഇതാണ് ആള്. ഇമ്മ കൊറേ ആയി പറയണ ഉറങ്ങൂടാ. ഉറങ്ങിപ്പോ നല്ല ഉറക്കണ്ടല്ലോ. കാണാനായിട്ട് ഇതെന്താണോ മെസ്സിയ പശോനെ എന്റെ കുട്ടി എടുത്തു. അല്ലോനെ എന്റെ മുത്ത കൊടുത്തു. പഠിച്ചോനെ കടന്നാ മുപ്പര വിട്ട് ഫോട്ടോ എടുക്കാ വരി. പടശോനെ മുത്തുമണിയേ തിരിച്ചു പിടിക്കുക. പഠിച്ചോ. അമ്മ വരുമ്പോ വരും. ഞങ്ങൾ എല്ലാരും ഉണ്ട്. ജോലെടുത്തോ അതിനെടുത്ത്. ഉമ്മയും കൂടി ആ വരി. അവിടെ കിട്ടിയടാ രണ്ടാളും. കുട്ടികൾക്ക് അതിനെടുക്കാം. ഓക്കെ വെൽക്കം. ശരിട്ടാ. അയ്യോ ഇവിടെ പാമ്പ്. പാമ്പിനെ എങ്ങനെ പരതി എടുക്കണേ? അബ്ബേ
ഇവിടെ സ്ഥിരാണോ ലാസ്റ്റ് എടുക്കാൻ മുത്തേ ഞങ്ങൾ ഇതിനുള്ളിൽ പുറത്ത് ചെകിരിനുള്ളിൽ പോയിക്കാ. ഓ അല്ലാ, ഇതിന്റെ പേരെന്താ? ആ അതൊക്കെ പൈത്താണ്, ഇത് ചേരാ. മനസ്സിലായി. ഇതിന്റെ പേരെന്താ? ഇങ്ങനത്തെ ഹെവി ലക്ഷറി പാമ്പ് നമ്മളെ റബ്ബർ തോട്ടത്തിലൊന്നും കിടക്കൂല. അതന്നെ ഇങ്ങനെ ഇത്രയും ബോഡി സെറാമിക് കോട്ടിങ് ചെയ്ത പോലത്തെ പാമ്പ് അതൊക്കെ. PPF ചെയ്ത പാമ്പ്, വൺ ഗ്ലേസിങ്. ഇതിലില്ലേ ആള്? ഓ അല്ലാ, തൊലി പറിച്ചെടുത്ത പാമ്പ്. ഇതേതാ പൊട്ടിക്കലുണ്ടാവില്ല. ബോൾ പൈത്തൺ. എന്താണ് ഈച്ചു വാങ്ങണം പറഞ്ഞത്? ഈച്ചു വീട്ടിക്ക് വാങ്ങണം പറഞ്ഞത്. അത്രയും കമ്പനിയാണ് ഉപകാരമുണ്ട്. രാവിലെ പത്രമൊക്കെ എടുത്തോണ്ടിരും. ഇത് പത്രം എടുത്തോണ്ടിരും, പാലെടുത്തോണ്ടിരും ഗേറ്റിന്റെ അവിടുന്ന്. ആശുപത്രി കൊണ്ടുപോകും. എടുക്കണേ എന്താ ഹെവി പാമ്പാ? താഞ്ചുല സ്പൈഡർ അല്ല ഇട്ടാലി. ഇതാ സ്പൈഡർ അല്ല, ബ്രോ ഇത് സീനില്ലാത്ത ഇതെന്താ? ഇതിനെ കിട്ടുമോ? എടുത്തുതരാം. അത് എന്താ കരുതിട്ട് വാങ്ങണേ? മറ്റേ ഉണ്ടല്ലത്. ആ ഇവനെ കൊടുത്തല്ലേ, പിന്നെ എടുത്തല്ലേ, അജുദിനെ എടുത്തല്ലേ. അജുദേ അവലുസുണ്ട അത് കിട്ടോ, തിന്നാ കിട്ടോ. ആ അതിനെ അറ്റാക്ക് ചെയ്യണോ ഞാൻ? പക്ഷെ കുത്തും. ആ തെറിക്കൂല. ഇല്ല ബ്രോ, അത് സീനില്ല. അത് കുത്തിയ ജസ്റ്റ് ഞരമ്പ് ഓട്ടാവും ബ്രോ. അജുദേ കുത്തിയ സെത്ത് പോവല്ല. ഇതാ പാമ്പ് രാജ. എടാ എടുക്കണ പോയിടേ. ഞാൻ എടുക്കാ. ഒന്നും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. രാവിലെ ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം ഉണ്ടല്ലോ. തണുപ്പ് തോളത്തിന് അത്ര എനിക്ക് അടുത്തെടുക്കടാ. ഇതൊക്കെ ഇതൊക്കെ ആകെ തൊണ്ടുള്ളൂ, വേറെ ഒന്നും എനിക്കില്ല. കൗത്തുക്ക് വിടലിട്ടാ, കൗത്തുക്ക് മാത്രം വിടലിക്ക. എവിടെയുള്ള ആള്? ഈസാനെ പാമ്പാടി അവനെ ഒന്നുകൂടെ എടുക്കാൻ പറ. പാമ്പ് ടൈറ്റാക്കി. പാമ്പ് ബ്രോസ്കി, ഞാൻ പാമ്പാടി രാജൻ ബ്രോ. വെള്ളായിട്ട് കണ്ടോണ്ടി വ്ളോഗ്. ഓൻ സീനില്ല, ഓന് പേടില്ല. ഓതിന് വിലയൊക്കെ ചോദിച്ചിനി കൊറേ സ്ഥലത്ത് പോയിട്ട്. കാക്കാപ്പുള്ളി ഉണ്ടിട്ടാ. ഈസാ രണ്ട് പാമ്പ് ഒരേ സമയം. ആ പാമ്പുകൾ തമ്മിൽ ഇത് ഒറ്റക്കൊറ്റക്കാകുമ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവില്ല. പക്ഷെ രണ്ടാൾ വരുമ്പോൾ ബെൽക്കന്നെ എന്ത് ചെയ്യും, പൊസസീവ്നെസ് ആയിട്ട് എന്നെ കുത്തും. ഇവര് നമുക്ക് അടിക്കുകയാണെങ്കിൽ തന്നെ വല്ലാതെ മെഷർ ചെയ്യും. എനിക്ക് ഇതിനെ എത്താൻ പറ്റും പറഞ്ഞിട്ട് അവര് കുത്താനുള്ളൊരു പറ്റി ആലോചിക്കുള്ളൂ. പഠിച്ചിട്ടുണ്ട് കുറച്ച്. ലോൺ കുറെ ഇതിന് വാങ്ങാൻ നടന്നിക്കണേ. ബോൾ പൈത്തണും മറ്റേ പൈത്തണൊക്കെ പറഞ്ഞിട്ടുണ്ട്. തമ്മിൽ കണ്ട പ്രശ്നമല്ല.
കാഴ്ചല്ലോ ഇപ്പൊ ഒരു മനുഷ്യനെ കണ്ടപ്പോ ഇങ്ങോട്ട് അത് കടിച്ചു. ഇഞ്ചിപ്പോ ഒരു മനുഷ്യനെ അപ്പുറത്ത് കണ്ട ഇതേപോലെ അറ്റാക്ക് ചെയ്യോ? അജോ ജിദ്ദിനെടുക്ക് ചെതറാക്സ് മൂടിനെ PPF പാമ്പ് സൗദ ഒരു ഷോർട്സ് എടുത്താ ഈച്ചുനെ പാമ്പ് കച്ചവടം പാമ്പ് കച്ചവടം പാമ്പ് കച്ചവടം 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 അപ്പുറത്തേക്ക് നോക്കി അപ്പുറത്തേക്ക് നോക്കി. ഈ വെള്ളപ്പാമ്പിന് എത്ര ബ്രോ? ബ്രോ ഇത് ലാസ്റ്റ് എത്ര ബ്രോ? 100 കിലോ ഇപ്പിച്ചതാ ഒരു ഫോട്ടോ എടുത്തേനാടാ പച്ചിക്ക് പച്ചിക്ക് സ്റ്റാറ്റസ് ഇടാന്. കുട്ടികളൊക്കെ ശരിക്കും നോക്കിക്കൊണ്ടിട്ടോ. എന്താ എന്റെ ഒരു ചനുപ്പ് വന്നത്. ഇതിന് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ഏത് ബ്രോ? ഞാൻ ആ കറുപ്പിനെ പിടിക്കാം. ഞങ്ങൾക്ക് കറുപ്പിനോട് താല്പര്യം. അല്ല കറുപ്പിന് കണ്ണണൂലായിരുന്നു. അത് വേറെ തിരുന്ന അല്ല കണ്ണാണത്തല്ലേ സുഖം. കണ്ണണുമ്പോ ഒരു മയം ഉണ്ടാവില്ല കേട്ടാ. ആനയൊക്കെ വേറെ പാമ്പിന്റെ ഓ ഇക്കതിന്റെ കണ്ണ് സീന് കണ്ണിട്ടാ. മറ്റേ കൈരാ ബന്ധിക്ക ഇത് ഇങ്ങനെ വെച്ചാൽ ഇത് ബോൾ പൈത്തനാണ്. ഇത് ഇതേപോലെ ഇങ്ങനെ നിൽക്കും. കൈ അടിക്കി വെക്കും. അയ്യയ്യ് എടാ കൊടുക്കണ്ട. എടുത്തളി മെഷീൻ എടുത്തളി. അല്ല ടൈറ്റ് ആക്കണ പോലെ ബാലൻസ് ചെയ്യണ്ടിക്കാ. ഈസാനെ കുതിരെ കൊണ്ടുപോ. കണ്ണ് കാണുന്നോടത്ത് വെച്ചിട്ട് തന്നെ പേടിയാ വൈറ്റ. പക്ഷെ ഒന്നും ചെയ്യൂല എന്നുള്ളൊരു ധൈര്യമാണ് നമ്മൾ എടുക്കാൻ പ്രേരിപ്പിക്കണത്. നമുക്കൊരു തമ്മിൽ എടുക്കണം. ആഫിയ പാമ്പാടി രാജനിതാ പേടിയില്ലല്ലോ. അഫി ചിരിച്ചടാ. അതിൽ ഷോർട്സ് എടുത്ത് വെച്ചോ. ആ ബ്രോ ഞാൻ മാറിക്കണോ? ആ എടുക്കണം. അയ്യോ ജുബേർഖാന്റെ കോൾ എടുക്കണം. ഇപ്പം എടുക്കാം. ഞാൻ ഇപ്പം തിരിച്ചു വിളിക്കാം ഇവർക്കൊക്കെ. അതേ ഓൾ കേരള പാമ്പ് ആദരവ് പരിപാടി. അഫി നല്ല കാനല്ലേ? അഫി ധൈര്യവാന് ചെന്നട്ടോ. എല്ലാ തരായി പാമ്പും എൻ്റെ മേത്തുണ്ട്. ഇപ്പോൾ ബോൾ പൈത്തനുണ്ട്, ചുരുളിപ്പൈത്തനുണ്ട്, ചേരപ്പൈത്തനുണ്ട്. മീറ്റ് ചെയ്തു കുറച്ചോനെ മീറ്റ് ചെയ്യില്ലേ? വേറെ മീറ്റ് ചെയ്യാൻ പോകണ്ടേ? ഇവിടെ എന്താണെന്ന് അറിയാൻ പറ്റുമോ? നെഞ്ചോട്ടോ കഫീഫിന്റെ പാമ്പ് വന്നപ്പോ ഓടി 2 ടീമാട്ടോ. 100 റീനാനും ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. ഇതിന്റെ കണ്ണുണ്ട്. ഹെവി ഡാർക്ക് സ്നേക്കടത്. ഡാർക്ക് സാധനം. മാണ്ട എന്തിനാ വെറുതെ പാമ്പിനൊക്കെ
ഒന്നുകൂടെ തരുമോ? ഇത് നോക്കാനടാ, ഒന്നുകൂടെ തരുമോ? ആ എന്തുള്ളിൽ നോക്കാനാ. അപ്പുറത്തെ കയ്യിലൊന്ന് ബാലൻസ് ചെയ്താൽ മതി. ഈ ലെഫ്റ്റ് കൈ കൊടുക്ക്, ലെഫ്റ്റ് കൈ. ആ സീനായിട്ടോ. ഹേയ് അനങ്ങാതിന്നോ, അനങ്ങിയാൽ ഈ ബോഡിയിൽ ഇവരൊരു താജ്മഹൽ പണിയും. അത് പാമ്പ്, അത് നേരത്തെ അത് സ്വന്തം അതിന് നിൽക്കാനുള്ള സ്പേസ് ബാലൻസ് ചെയ്യും. അത് ചുറ്റി വെച്ചാൽ മതി. കഴുത്തിൽ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കാം. കഴുത്തിർക്കുന്നുണ്ടാ, അത് നോർമലല്ല. ഇതിനെ ആ കഴുത്ത് ഇറുക്കണ നോർമലല്ല കേട്ടോ. യൂഷ്വലി അങ്ങനെ വരലില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നോണ്ടാണോ ഇനി ഇതിനെ ഇതില്ലേ, ഇത് മൂപ്പര് ഇതേപോലെ പണ്ട് ഇതാക്കിയപ്പോ ഈ വെള്ളപ്പാമ്പ് ഇതാക്കിയ കാര്യം. മൂപ്പര് ഇതിന്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് ഇന്നേണ്ടതായതാ. അഞ്ചേരി തിന്നണമൊന്നുമില്ലല്ലോ ഇപ്പം കാര്യം. ഇതൊക്കെ എങ്ങനെയാ, ഇതൊക്കെ എന്താ? ബ്ലഡ് എടുത്തതോ? വല്ലാത്ത ബ്ലഡാണ് നിങ്ങൾ കൊടുത്തേ അവിടെ ഗേൾസ് സ്കൂളില്. ആ എന്ത് ബ്ലഡ് നിങ്ങൾ കൊടുത്തേ? ഇതൊക്കെ ബ്ലഡ് എടുത്തിട്ട് 4 ദിവസമായി. കീറി കൊടുത്താ കണ്ടി രക്തം ഗേൾസ് സ്കൂളില്. അത് കണ്ടോലെ, എപ്പോഴോ പോയിക്കണേ നൂറിയും ഇവളോ. നമുക്കൊരു ഫോട്ടോ എടുക്കാം. ശൈനപ്രതീക്ഷിതമായ ബോഡി ഷോയോട് കൂടി നമ്മളിതാ ഇവിടെ നിങ്ങളുടെ ഇന്നത്തെ വെള്ളച്ചാട്ടം ആരംഭിക്കുകയാണ്. ആയ് പൊളിച്ചു, ആയ് കലക്കി. തിമർത്തു. ആയ് ഇനി എന്താ സൽമാൻ എന്താ ഐഡിയ അല്ലേ? കണ്ണൂരിൻ്റെ കാവൽക്കാരൻ ശ്രീ അസീബ്. മറ്റേ അസീബേ ഇജ്ജ് ഇറങ്ങണ്ടേ? ഇറങ്ങാം എന്തായാലും മറ്റേതൊക്കെ ഇട്ടിക്കണ്, ലൈഫ് ജാക്കറ്റൊക്കെ. ഇറങ്ങടാ, ഇറങ്ങി ചാട്. അജോദേ ഈ അവിടുന്ന് പറന്നു തന്നെയാട്, എനക്കതിന് വയ്ക്കും, എനക്കതിന് വയ്ക്കുള്ളൂ. എന്തൊരു മോട്ടറാവാം പറഞ്ഞ പോലെ ചാടിന്. അജോദേ ചാട് ഇവിടുന്നോ. ശിവൻകുട്ടി അത്ര വലിയ സാഹസങ്ങൾ വേണോ? പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം ഓർ എനിവർ എൽസ്. നല്ലോണം ഗ്രിപ്പ് നോക്കിയിട്ട് ചാടുക. അവിടെ കൈറ്റ് ലൈറ്റില്ല ഫ്രെയിമും സെറ്റ് ചെയ്യട്ടെ. ആ ഓക്കെ. മീൻ കിട്ടിയാ? നോടോട്ടെ മീൻ പിടിച്ചിട്ടുണ്ടോ? ഏത് മീനാ? നോടോട്ടെ കാണിച്ചോ? ആരടേ? മൊയിലാരുട്ടിയല്ലേ? മൊയിലാരുട്ടിയേ ഇതിനെ ഇതെവിടുന്നാ പെരന്നുണ്ട്? കര അങ്ങട്ടല്ലേ സറാങ്ക എങ്ങട്ടാ? റിനാനെ പൊളിഞ്ഞിട്ട് വേണം, ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. ഏടാ ഉന്തല്ലേ അല്ല. അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവം? എന്ത് ഇത് മൈക്കിന്റെ അടുത്തുണ്ട് കേട്ടോ. എടാ എന്താ സംഭവം? എന്താണ് ഓരയിക്കിടുക?
അയ്യേ എടാ ബുക്കും എടാ ബുക്കടാ. പിന്നെ വീഡിയോ ഒരു കാര്യം പറയണ്ടേ, എടാ അയ്യോതെ മോലാരുട്ടി നിങ്ങളെപ്പഴാ വന്നേ? എപ്പോഴാ വന്നേ ഇങ്ങോട്ട്? അന്നാരെ തള്ളിണ്ടേ അജോതെ കറക്റ്റ് നീർനായിനെ പോലെ ഉണ്ട്. ചാടി സത്യം പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് ലൈക്ക് വെരി നൈസാണ് കേട്ടോ. നമുക്ക് പഴമയുടെ പുതുമ തേടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ആപ്റ്റാണ് എറ ഫാം കേട്ടോ. എറ ഫാം, എറ നേച്ചർ, അതുപോലെ എറ പെക്സോട്ടിക് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്രോജക്റ്റ്. ഒരിക്കലും എൻ്റെ അടുത്തൊക്കെ ഒരു കാലത്ത് ഇത്രയും സ്ഥലവും ഇത്രയും ഫണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ. കാരണം എല്ലാം നമ്മളെ ഒരു കുളം, പൂള് പരിപാടി, പെറ്റ്സ്, കുറച്ച് പാണ്ട് കിട്ടിയില്ല ഞാൻ എടുത്തില്ല. ഇല്ല ചാടിടാ. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ്. വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. നമ്മളിപ്പ പോകും. പോലിന്റെ ആള് ഓണായോ? ഇപ്പൊ പോകും കേട്ടോ. ചാടിടാ ചാടി. ഞാനോ? ആ സൽമാൻ നീന്താ ഉഷാറാ. ആ തല പോയി അടിച്ചിനേ പോയി തല കുത്തിനി. ചെതറാക്സ് ചാട്ടം ചാടഫ്യ. ഡ്രോണിൽ എടുക്കാം. വെയിറ്റ് ആക്കി ഡ്രോണിലാണ് വിഷ്വൽ പോണ കേട്ടാ. ചാടിക്കോളി. സൽമാനെ ഇങ്ങോട്ട് നോക്കി തിരിച്ചാ കറക്റ്റ് ഫ്രെയിം വെച്ചുതരാം. ബ്ലാക്ക് ഫ്ലിപ്പ്, ഒരു ബ്ലാക്ക് ഫ്ലിപ്പ്. ഓ മക്കരപ്പറമ്പയുടെ ബ്ലാക്ക് ഫ്ലിപ്പ്. ഇതെന്താ തോട്ടിയായിട്ട് കിടക്കണേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ട്രിപ്പ് അതിൻ്റെ എൻഡിങ്ങിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ എനിക്ക് ബിഗ് താങ്ക്സ് പറയാനുള്ളത്, നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ ഈ ഒരു പ്ലേസ് നമുക്ക് ഒരു ദിവസത്തിന് തന്ന, അല്ലെങ്കിൽ 2 ഡേയ്സിന് തന്ന ടീം എറ നേച്ചറിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് സത്യം പറഞ്ഞാൽ പാസ് ചെയ്ത് പോകുമ്പോഴൊക്കെ ഒരുപാട് ഈ സ്ഥലം കണ്ടിട്ടുണ്ടായാലും ഇത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നുള്ളത് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ഇങ്ങനെ ഒരു 2 ദിവസം അല്ലെങ്കിൽ 2 ഡേയ്സോ 3 ഡേയ്സോ ഇനി അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് വേണ്ടി മാത്രം എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാർക്ക് ചൂസ് ചെയ്യുക, മഡ് ടർഫ് ചൂസ് ചെയ്യുക, ഗ്രാസ് ടർഫ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു എറ ഫാം ചൂസ് ചെയ്യുക. അപ്പം ഒരുപാട് ചൂസ് ചെയ്യാൻ നിരവധി ഓപ്പർച്യൂണിറ്റീസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. സോ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഒച്ചയും കേൾക്കുന്ന പോലെ തന്നെ പെറ്റ്സ് ആണെങ്കിൽ പെറ്റ്സ് പരിപാടികളുണ്ട്, പിന്നെ കുതിര ഒട്ടകം പരിപാടികൾ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു വൈബ്. കുതിര, ഒട്ടകം, കാടും മേടും പുല്ലും പാടവും കുളവും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായി. സോ ഞങ്ങൾ മൊത്തത്തിൽ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്തു. സോ നിങ്ങൾക്കും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇവരുടെ കോൺടാക്റ്റ് കാര്യങ്ങൾ, ഡീറ്റെയിൽസും അവൈലബിലിറ്റി കാര്യങ്ങളും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ നിങ്ങൾ പുറത്ത് പോയി എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയും. സോ വൺസ് അഗൈൻ കൂറ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഗുഡ്. സവാഡിഖാപ്പ്, ഹാപ്പി നൗ? എനിക്കറിയില്ല. ഹാപ്പി നൗ. സവാഡിഖാപ്പ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ ഹാപ്പി നൗ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഹാപ്പിയാണെന്ന് വെച്ചാൽ ഞാൻ ഹാപ്പിയാണെന്നാണ് കൂറ പറഞ്ഞത്. ഹാപ്പിയാണ്? ഹാപ്പി. എങ്ങനെയുണ്ടായിരുന്നു അസീബ ട്രിപ്പ്? അസീബ് അപ്പം ഒരു ദിവസത്തെ വർക്ക് ഒഴിവാക്കി കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അസീബിനെ അറിയാം, ഒരു ദിവസത്തെ വർക്കിനേക്കാൾ
മനസ്സിന് ശാന്തിയും സമാധാനം നൽകുന്നൊരു ട്രിപ്പാവും നമ്മൾ ഓഫർ ചെയ്യാന്നുള്ളത്. ആസിഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തോ? സീയും പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടു? രക്ഷയില്ല. ട്രിപ്പ് എങ്ങനെ ഉണ്ടായി? പിന്നെ ഹെവി പ്ലാൻ ആസ് യൂഷ്വൽ. എങ്ങനെയുണ്ടായി AJV? അതുപോലെ തന്നെ ദീപാവലി ആഘോഷങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും മാറ്റി വെച്ച് നനവ് കൊലത്ത് ചാടിയിട്ട്. അപ്പോൾ ദീപാവലി ആഘോഷങ്ങൾ ബാംഗ്ലൂരിൽ നിന്നും മാറ്റി വെച്ചിട്ട് അതിൽ ഒരു ദിവസം ഇന്നലെ രാത്രി ഇന്ന് രാത്രി പോവുകയാണ്. ആ ഒരു ദിവസത്തെ ഏതാനും മണിക്കൂറുകൾ നമുക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഒരു സ്നേഹത്തിനും ബന്ധത്തിനും ഈ ഒരു ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും കെട്ടിപ്പടുത്തെത്തിയ അജ്വദിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ 2 ദിവസത്തെ 1.5 മാസത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ കയറുന്നത്. അതും ചെക്കന്മാരെ കാണാം. അത് 1.5 കൊല്ലത്തെ മെമ്മറീസ് ഉണ്ടാക്കി പോയി. അതെ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഡബിൾ ഹാപ്പി. അജ്വദിന്റെ ഒക്കെ പെർഫോമൻസ് കാണണമെങ്കിൽ എൻ്റെ സ്റ്റോറിയിലുണ്ട്, പക്ഷേ ചിലപ്പോൾ അർച്ചീവ് വെക്കും. എന്നാലും ഹൈലൈറ്റിൽ ഇട്ട് വെക്കാനുള്ള ഒരു സാധനം ഉണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ വി ആർ ഗോയിങ് ടു ഹിറ്റ് അബൌട്ട് ടു ഹിറ്റ് 27 lakh സബ്സ്ക്രൈബേഴ്സ്. സോ ഈ നമ്മളെ ഫുൾ കാര്യങ്ങൾ A to Z ഒരു ചാറ്റടിക്കും. സോ ബോസ് അതിന് നമ്മളെ ഫുൾ കാര്യങ്ങൾ ക്യൂറേറ്റ് ചെയ്ത് തന്നത്, നമ്മളെ ടൈമിങ് കാര്യങ്ങൾ, പെറ്റിൻ്റെ കാര്യങ്ങൾ ഫുൾ A to Z വളരെ നല്ല രീതിയിലാണ് അവർ നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് തന്നത്. ഇപ്പോൾ പാർക്ക്, ഒരു പബ്ലിക് പാർക്ക് എല്ലാവർക്കും അറിയാം 10 മണിക്ക് പൂട്ടുന്ന അറിയാം. ആ ഒരു സാധനം വരെ നമുക്ക് ആളില്ലാത്ത ടൈമിൽ നമുക്ക് തുറന്ന് തന്ന് അത്രയും നമ്മളെ കൺവീനിയൻ്റ് ആയിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്തു. രാത്രി 12 മണിക്ക് ഒരു പാർക്ക് തുറപ്പിച്ചു. അതിലേറൊന്നും ഇപ്പോൾ ഒരു മനുഷ്യന് ചെയ്യാമല്ലോ. സോ അതൊക്കെ അവർ ചെയ്തു തന്നു. സോ അവർ ബിഗ് താങ്ക്സ് ടു ടീം എറാ നേച്ചർ. അപ്പോൾ എല്ലാവരോടും ബിഗ് താങ്ക്സ്. അപ്പോൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്തൊരു സൂപ്പർ വ്ളോഗിൽ കാണാം. നാളെ ഒരു കിടിലം വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ഓൾ. ബൈ ബൈ.